മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് വീഡിയോ ഗാനം പുറത്തിറങ്ങിയപ്പോൾ പാർട്ടിയുടെ വ്യക്തിപൂജാ നയങ്ങളിൽ മാറ്റം വന്നു. പിണറായി വിജയനോടുള്ള ഇഷ്ടം കൊണ്ട് ആളുകൾ സ്തുതിഗീതങ്ങൾ പാടുന്നതിൽ തെറ്റില്ലെന്ന ലൈനിലാണ് CPM. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനറായ EP ജയരാജനും പിണറായി സ്തുതിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പാർട്ടിയിൽ തിരുത്തൽ ശക്തിയാകാൻ പോലും നേതാക്കളില്ലാത്ത അവസ്ഥയായി. നേരത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിക്കാനും രാജാവ് നഗ്നനാണെന്ന് ചൂണ്ടിക്കാണിക്കാനും സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള സാംസ്കാരിക നേതാക്കന്മാർ കേരളത്തിലുണ്ടായിരുന്നു. മുഖം നോക്കാതെ തുറന്നടിച്ചു പറയുന്ന സാംസ്കാരിക ലോകം കേരളത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇന്ന് ഭയം കാരണം ഭരണകൂട വിമർശനത്തിന് സാഹിത്യകാരന്മാരൊന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നത് മാത്രമല്ല, ഭരണകർത്താക്കളുടെ ചെയ്തികളെ ന്യായീകരിക്കുന്ന പ്രവണതയുമുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ച് ജയിലിൽ അടച്ചതെല്ലാം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് സംഭവിക്കുന്നത്. സ്തുതിഗീതങ്ങളിൽ ലയിച്ചു കിടക്കുന്ന ഭരണാധികാരിയെ ആരാണ് തിരുത്തുക എന്ന ചോദ്യം സമൂഹത്തിൽ ഉയരുമ്പോഴാണ് MT വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം നടത്തിയത്. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും MT തുറന്നടിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് DC ബുക്ക് സംഘടിപ്പിക്കുന്ന 7ാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിലായിരുന്നു MT വാസുദേവൻ നായർ രാഷ്ട്രീയ രംഗത്തെ മൂല്യച്യുതിയെക്കുറിച്ച് പതിവില്ലാത്ത വിധം കാർക്കശ്യത്തോടെ വിമർശിച്ചത്. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് MT തുറന്നടിച്ചത്. അധികാരം ജനസേവനത്തിനെന്ന സിദ്ധാന്തം കുഴിച്ചുമൂടി ജനാവലി ആൾക്കൂട്ടമായി മാറുന്നു. ഈ ആൾക്കൂട്ടത്തെ പടയാളികളും ആരാധകരുമാക്കുന്നു. ഭരണാധികാരി നൽകുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യം. EMS അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്വമുള്ളവരാക്കി. അധികാരം നേടിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് അദ്ദേഹം കരുതിയില്ല. അതാണ് EMSനെ മഹാനായ നേതാവാക്കിയത്. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. അതുകൊണ്ടാണ് നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതെന്നും MT ഓർമ്മപ്പെടുത്തി. MTയുടെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞയുടൻ പിണറായി വേദി വിട്ടു. സാഹിത്യകാരൻ സച്ചിദാനന്ദൻ, നർത്തകി മല്ലിക സാരാഭായ്, മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ വേദിയിലുണ്ടായിരുന്നു.